ഫ്ലാഗ് കോഡ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ 30 രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം 1916 പ്രസിദ്ധീകരിച്ചത് പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ 30 രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം 1916 പ്രസിദ്ധീകരിച്ചത് പിംഗലി വെങ്കയ്യയാണ്. ദീർഘചതുരാകൃതിയിലുള്ള ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ദീർഘചതുരാകൃതിയിലുള്ള ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ വിന്യാസം ഇങ്ങനെയാണ്: മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ വിന്യാസം ഇങ്ങനെയാണ്: മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച. കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. വെള്ളനിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. വെള്ളനിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. പച്ചനിറം സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്നു. പച്ചനിറം സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002-ലാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002-ലാണ്. ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട അനാദരങ്ങൾക്കുള്ള ശിക്ഷ 3 വർഷം വരെ തടവോ പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ്. ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട അനാദരങ്ങൾക്കുള്ള ശിക്ഷ 3 വർഷം വരെ തടവോ പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാല കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാല കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ്. ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനം കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘമാണ്. ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനം കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം.